السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ ടെൻഷനുകൾ അകറ്റി തരട്ടെ. ഒരുപാട് ആളുകൾ നമ്മളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അർഹമുർ റഹീമായ രാജാതിരാജനായ പരമദയാലുവായ കരുണക്കടലായ അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ സർവ്വ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ നാഥ. അവരുടെ ഹാജത്തുകൾ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. സങ്കടങ്ങളും വിഷമങ്ങളും നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ. എല്ലാ ദിവസവും മുടങ്ങാതെ ഞങ്ങളെ മജ്ലിസ് കാണുന്ന പാവപ്പെട്ട ഉമ്മമാര്, ഉപ്പമാര്, സഹോദരിമാരുണ്ട്. അവർക്ക് പ്രത്യേക പരിഗണന നൽകണേ റഹ്മാനെ. അവരുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ റഹ്മാനെ. സർവ്വ ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും കഷ്ടപ്പാടുകളും നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസ് ആരംഭിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി മജ്ലിസിൽ പങ്കെടുക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. وإلى حضرة سيدنا وحبيبنا ومنجينا ومرشدنا وهادينا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة خواجة معين الدين الجشتي الأجميري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة قطب العالم سيم ولي الله المنوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. മരണപ്പെട്ടു പോയ ഉമ്മാക്ക്, ഭർത്താവിനൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും വേണ്ടി നമുക്കൊരു ഫാത്തിഹ ഓതാം. അല്ലാഹു സ്വീകരിക്കട്ടെ. وإلى حضرة من ماتوا منا. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. സ്വീകരിക്കണേ നാദാ, കബൂൽ ചെയ്യണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഞങ്ങളെ മനസ്സ് പൊട്ടി മനസ്സറിഞ്ഞ് നിന്നോട് ചോദിക്കുകയാണ്. ഞങ്ങളെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി തരണേ റഹ്മാനെ. ഫാത്തിഹ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയുടെ ഖബർ വിശാലമാക്കി കൊടുക്കണേ നാദാ. അവരെ ഖബർ പ്രകാശിപ്പിക്കണേ അല്ലാ. അവരെ ഖബർ പരിശുദ്ധ ഖുർആനിന്റെ അലങ്കാരം കൊണ്ട് പ്രകാശ
പ്രകാശിപ്പിക്കണേ റഹ്മാനെ. ഫാത്തിഹ സൂറത്തിന്റെ ബർക്കത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണേ റഹ്മാനെ. ഞങ്ങളെ കഷ്ടപ്പാടുകൾ അകറ്റിത്തരണേ അല്ലാ. ഒരുപാട് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഈ മജ്ലിസ് ഒരുപാട് ഉമ്മമാര് കാണുന്നത്. ആ പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ നാദാ. ഞങ്ങളെ മജ്ലിസ് ഖബൂൽ ചെയ്യണേ അല്ലാ. ഫാത്തിഹ സൂറത്തിന്റെ റഹ്മത്ത് ഞങ്ങളെ ജീവിതത്തിൽ നൽകണേ അല്ലാ. അത് കാരണം കടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളെ കടക്കാരാക്കല്ല റബ്ബേ. ഇൻഷാ അല്ലാഹ് അതിമഹത്തായ സ്വലാത്തുൽ ഫാത്തിഹ നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് 10 പ്രാവശ്യം ചെല്ലാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. സ്വീകരിക്കണേ അല്ലാ. സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുരിതങ്ങൾ അകറ്റി തരണേ റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ. റഹ്മത്തിന്റെ കവാടങ്ങൾ ഞങ്ങൾക്ക് തുറക്കണേ റഹ്മാനെ. ബർക്കത്തിന്റെ കവാടങ്ങൾ ഞങ്ങൾക്ക് തുറക്കണേ അല്ലാ. ഹബീബായ തങ്ങളുടെ മദദ് നൽകണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം നൽകണേ അല്ലാ. മുത്തുനബിയെ സ്വപ്നം കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മുത്തുനബിയോട് സ്നേഹിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാ. അവിടുത്തെ പാത പിൻപറ്റി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ ജോലികളിൽ മുത്തുനബിയുടെ ബറക്കത്ത് നൽകണേ അല്ലാ. സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും സാധുക്കളായ പാപികളായ ഞങ്ങൾക്ക് വിജയം നൽകണേ റബ്ബേ. അല്ലാഹ് ഇനി നമ്മൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലാൻ പോവുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി എന്റെ കൂടെ അസ്മാഉൽ ഹുസ്ന ചൊല്ലുക. നമ്മളെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരട്ടെ. നമ്മളെ ഖൽബ് അല്ലാഹു നന്നാക്കി തരട്ടെ. എല്ലാ ദുഃഖങ്ങളും അല്ലാഹു
പങ്കാക്കി തരട്ടെ. നമ്മളെ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഉടനെ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ കൂടെ ചൊല്ലുക: അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവസ്സലു ഇലൈക വ അതവജ്ജഹു ഇലൈക വ അതളറഉ ഇലൈക ബി അസ്മാഇകൽ ഹുസ്നാ. തുടക്കത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ്. ഇനി അസ്മാഉൽ ഹുസ്ന നമ്മൾ തുടങ്ങുകയാണ്. യാ അല്ലാഹു യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ ഖുദ്ദൂസു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا عليم يا الله يا قابل يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عليم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مقيت يا الله يا حي يا الله يا قيوم يا الله يا ماجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله
يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ചൊല്ലാം. يا الله يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا عليم يا الله يا قابل يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عليم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محسي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مقيت يا الله يا حي يا الله يا قيوم يا الله يا ماجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله
യാ നാഫിഉ യാ അല്ലാഹ്, യാ നൂറു യാ അല്ലാഹ്, യാ ഹാദി യാ അല്ലാഹ്, യാ ബദീഉ യാ അല്ലാഹ്, യാ ബാഖി യാ അല്ലാഹ്, യാ വാരിസു യാ അല്ലാഹ്, യാ റഷീദു യാ അല്ലാഹ്, യാ സബൂറു യാ അല്ലാഹ്, അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സ്വീകരിക്കണേ റബ്ബേ, കബൂൽ ചെയ്യണേ അല്ലാഹ്. അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റി തരണേ റബ്ബേ, ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ അകറ്റി തരണേ അല്ലാഹ്, ഞങ്ങളെ ടെൻഷനുകൾ അകറ്റി തരണേ അല്ലാഹ്, ഞങ്ങളെ എല്ലാ ഹാജത്തുകളും നിറവേറ്റി തരണേ റബ്ബേ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, അവരെ മുറാദുകൾ ഹാസിലാക്കണേ റബ്ബേ. ഈ കാണുന്ന സഹോദരി സഹോദരന്മാര് എന്ത് ഉദ്ദേശിച്ചാണോ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നതെങ്കിൽ ആ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. സർവ്വ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാഹ്, സർവ്വ കടങ്ങളും അകറ്റി തരണേ അല്ലാഹ്, മക്കളിലും കുടുംബത്തിലും ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് നൽകണേ റബ്ബേ. പാവപ്പെട്ട ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന ഉമ്മമാര് ഉപ്പമാര് നിന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തിയിട്ടുണ്ട്. ആ കരങ്ങളെ ഖായിബായി ഖാസിറാക്കി മടക്കല്ല അല്ലാഹ്, ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്, ഞങ്ങളെ പ്രാർത്ഥന സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ ടെൻഷനുകൾ അകറ്റി തരണേ അല്ലാഹ്, ഞങ്ങളെ മനസ്സിന് സന്തോഷം നൽകണേ അല്ലാഹ്, ജീവിത വിജയം നൽകണേ അല്ലാഹ്, മക്കൾക്കൊക്കെ നല്ല സ്വഭാവം നൽകണേ റബ്ബേ. പരീക്ഷ എഴുതാൻ പോകുന്ന മക്കൾക്കൊക്കെ ഉന്നത വിജയം നൽകണേ അല്ലാഹ്, ജോലിയില്ലാത്തവർക്കൊക്കെ അനുയോജ്യമായ ജോലി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസ് കാണുന്നവര് പലരും മരണപ്പെട്ടു പോയി, പലരുടെയും കുടുംബക്കാര് മരണപ്പെട്ടു പോയി, പലരുടെയും മാതാപിതാക്കള് ഖബറിലാണ്, അവരെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. അതിന് ഞങ്ങൾ ചൊല്ലിയ അസ്മാഉൽ ഹുസ്ന കാരണമാക്കണേ റബ്ബേ. അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്, ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാഹ്, പരാജയം നൽകല്ല റബ്ബേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലുന്നത് ഫാത്തിമിയ സ്വലാത്താണ്. ഇന്നലെ എല്ലാവരോടും നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലെ 500 പ്രാവശ്യം ഫാത്തിമിയ സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചൊല്ലിയിട്ടുണ്ടാകുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടെ ഇൻഷാ അല്ലാഹ് അല്പം ഫാത്തിമിയ സ്വലാത്ത് ചൊല്ലി പ്രാർത്ഥനയിലേക്ക് കടക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഗ്നി, 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 അല്ലാഹുമ്മ സ്വല്ലി
على النور وأهلي اللهم صل 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 على النور وأهلി ഞങ്ങളെ ചൊല്ലിയ ഫാത്തിമിയ സ്വലാത്ത് സ്വീകരിക്കണേ റബ്ബേ. ഫാത്തിമിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് മുത്തുനബിയെ കാണാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ഫാത്തിമിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കടങ്ങള് വീട്ടി തരണേ റബ്ബേ. ഒരുപാട് ആളുകൾ പലതും പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവരുടെ മുറാദുകളും ഹസിലാക്കണേ റബ്ബേ. എല്ലാവരുടെ അസുഖങ്ങളും ശിഫയാക്കണേ റബ്ബേ. ആയിരാരോഗ്യം നൽകണേ അല്ലാ. ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ അസുഖങ്ങൾ ശിഫയാക്കണേ റബ്ബേ. വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ അല്ലാ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും പ്രതിയാല തൗഫീഖ് നൽകണേ അല്ലാ. അതിന് ഞങ്ങൾ ചൊല്ലിയ ഫാത്തിമിയ സ്വലാത്ത് കാരണമാക്കണേ റബ്ബേ. ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ടാണ് ഈ പാവപ്പെട്ട ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങൾ ഞങ്ങളെ മജ്ലിസ് കേൾക്കുന്നത്. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് വിഷമങ്ങളുണ്ട്, ഒരുപാട് ദുഃഖങ്ങളുണ്ട്. എല്ലാ വിഷമങ്ങളും നിനക്കറിയാം, പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. എല്ലാ സങ്കടങ്ങളും അകറ്റി കൊടുക്കണേ അല്ലാ. എല്ലാ ബുദ്ധിമുട്ടുകളും അകറ്റി കൊടുക്കണേ അല്ലാ. നിന്റെ കാവൽ നൽകണേ അല്ലാ. നിന്റെ സംരക്ഷണം നൽകണേ അല്ലാ. നിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ഞങ്ങളെ ജീവിതത്തിൽ നൽകണേ അല്ലാ. ഞങ്ങളെ മക്കളിൽ നൽകണേ അല്ലാ. ഞങ്ങളെ കുടുംബത്തിൽ നൽകണേ റബ്ബേ.
അതിന് സ്വലാത്തുൽ ഫാത്തിമിയെ കാരണമാക്കണേ അല്ലാ. അല്ലാഹുവേ, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് അനുയോജ്യമായ ജോലി കൊടുക്കല്ല. ജോലി അന്വേഷിക്കുന്നവർക്ക് ഉദ്ദേശിച്ച ജോലി കൊടുക്കണേ റഹ്മാനെ. വീട് പണി തുടങ്ങിയവർക്ക് അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകല്ല. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. നാളെ സ്വർഗ്ഗലോകത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മുത്തുനബിയുടെ ചാരത്ത് സീറ്റ് നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയ ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗമാക്കണേ അല്ലാ. സന്തോഷത്തിലാക്കണേ റബ്ബേ. ഞങ്ങളെ സർവ്വ കാര്യങ്ങളും നീ എളുപ്പമാക്കി തരണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾക്ക് ഹബീബായ തങ്ങളോട് സലാം പറയാം. ആത്മാർത്ഥമായി സലാം പറയുക. ആ ഹബീബായ തങ്ങളെ സ്വപ്നം കാണണം. ഹബീബായ തങ്ങളെ ചാരത്ത് സ്വർഗത്തിൽ പോയി നിൽക്കണം. നാളെ മഹ്ശറയിൽ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് വേണം. ഹബീബായ തങ്ങളെ തിരുനോട്ടം വേണം. ഹബീബായ തങ്ങളെ ജീവിതത്തിൽ ഉണർവിലായി സ്വപ്നത്തിലായി കാണാൻ നമ്മൾക്ക് ഭാഗ്യം ലഭിക്കണം. അതിനുവേണ്ടി മുത്തുനബിയോട് നമ്മൾക്ക് ഒരുമിച്ച് സലാം പറയാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ.
സ്വീകരിക്കണേ റബ്ബേ, കബൂൽ ചെയ്യണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ, മുത്തുനബിയെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ, ഹബീബായ തങ്ങളെ ഉണർവിലായി കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ, അവിടുത്തെ റൗളയിൽ പോയി സലാം പറയാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ, ഹബീബായ തങ്ങളെ പിൻപറ്റി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ, അവിടുത്തെ റഹ്മത്ത് നൽകണേ അല്ലാ, അവിടുത്തെ ബറക്കത്ത് നൽകണേ അല്ലാ, അവിടുത്തെ മദദ് നൽകണേ അല്ലാ, അവിടുത്തെ കാരുണ്യം നൽകണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, കണ്ണിന്റെ അസുഖം മാറാൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പൂർണ്ണ ശിഫ നൽകണേ അല്ലാ, ആയുരാരോഗ്യം നൽകണേ അല്ലാ. ഡിസ്ക് പേഷ്യന്റ് ആണ്, രോഗം ശിഫയാകാൻ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഡിസ്ക് സംബന്ധമായ അസുഖങ്ങൾ ശിഫയാക്കണേ അല്ലാ. PCOD ആണെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, ശിഫയാക്കണേ അല്ലാ. പ്രഷറാണ്, ഷുഗറാണെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പൂർണ്ണ ശിഫ നൽകണേ അല്ലാ, ആയുരാരോഗ്യം നൽകണേ അല്ലാ. സ്ഥലവുമായി ബന്ധപ്പെട്ട കേസ് അനുകൂലമാകാൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ആ കേസ് അനുകൂലമാക്കി കൊടുക്കണേ അല്ലാ, തടസ്സങ്ങൾ നീക്കി കൊടുക്കണേ അല്ലാ, ശത്രുക്കളെ പരാജയപ്പെടുത്തണേ റഹ്മാനെ. അതുപോലെ കടം വീടാൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകളെ പ്രശ്നം കടമാണ് റബ്ബേ, വീട് വെച്ച കടമാണ്, മക്കളെ വിവാഹം ചെയ്ത കടമാണ്, മക്കളെ പഠിപ്പിച്ച കടമാണ്, അസുഖം കാരണം വാങ്ങിയ കടമാണ്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കാരണം കടം വാങ്ങി പ്രയാസപ്പെടുന്ന ഒരുപാട് പാവപ്പെട്ട ഉമ്മമാര് ഞങ്ങളെ മജ്ലിസ് കാണുന്നുണ്ട് റബ്ബേ. സങ്കടം പറഞ്ഞ് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചിട്ടുണ്ട് റബ്ബേ. എത്ര കൊടുത്താലും തീരാത്ത ഖജനാവിന്റെ ഉടമയായ നിന്റെ ദർബാറിലേക്കാണ് ഈ ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങൾ കരങ്ങളെ ഉയർത്തിയിട്ടുള്ളത്. ആ കടങ്ങള് വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ, ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാ. ഭർത്താവിന്റെ ജോലിക്ക് വേണ്ടി, മക്കളുടെ ജോലിക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഉദ്ദേശിച്ച ജോലി കൊടുക്കല്ലാ, പഠിച്ച ജോലി കൊടുക്കണേ അല്ലാ. പരീക്ഷ എഴുതിയ മക്കൾക്ക് ഉന്നത വിജയം നൽകണേ അല്ലാ. ഏത് പരീക്ഷയാണെങ്കിലും അതിലൊക്കെ നല്ല മാർക്കോടെ പാസ്സാവാൻ തൗഫീഖ് നൽകണേ റബ്ബേ. സ്ഥലം വിറ്റുപോകാൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നല്ല വിലക്ക് സ്ഥലം വിൽക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അതിന് ഈ സ്വലാത്തുൽ ഫാത്തിഹിന്റെ മജ്ലിസ് കാരണമാക്കണേ റഹ്മാനെ. പലതും നീയത്ത് വെച്ച് ഈ മജ്ലിസിലേക്ക് നേർച്ചയാക്കിയ പാവപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, ആ നേർച്ചകളൊക്കെ നീ സഫലീകരിക്കണേ റഹ്മാനെ. മുറാദുകള് ഹസിലാക്കി കൊടുക്കല്ലാ, ഹാജത്തുകൾ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകാൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നല്ല കച്ചവടം കൊടുക്കണേ അല്ലാ, നല്ല ലാഭമുള്ള കച്ചവടം കൊടുക്കണേ അല്ലാ. എത്ര വലിയ രോഗമാണെങ്കിലും ശിഫയാക്കണേ അല്ലാ. ഹോസ്പിറ്റലിലുള്ള ആളുകളുണ്ട്, മക്കളുണ്ടെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പൂർണ്ണ ശിഫ നൽകണേ അല്ലാ. നല്ല ആരോഗ്യത്തോടുകൂടെ തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയവർക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റബ്ബേ, അവരെ ഖബർ വിശാലമാക്ക്, അവരെ ഖബർ സ്വർഗമാക്ക്, അവരെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ. കളഞ്ഞുപോയ ക്യാഷ് കിട്ടാൻ, കളഞ്ഞുപോയ സ്വർണം കിട്ടാൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ആ കളഞ്ഞുപോയ സ്വർണം, ആ ക്യാഷ് തിരിച്ചു കിട്ടാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ. അതിന് ഈ മജ്ലിസ് കാരണമാക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കല്ല. വാടക വീട്ടിൽ കഴിയുന്ന ആളുകളുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഉദ്ദേശിച്ച വീട് കൊടുക്കല്ല. വീട് പണി തുടങ്ങിയവർക്ക് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഈ മജ്ലിസിൽ എന്ത് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ ആ മുറാദുകൾ മുഴുവനും ഹാസിലാക്കല്ല. അതിന് ഈ മജ്ലിസ് കാരണമാക്കണേ അല്ലാ. എല്ലാ ടെൻഷനുകളും അകറ്റി കൊടുക്കണേ അല്ലാ. വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി അന്വേഷിക്കുന്നവർക്ക് ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ. നല്ല ജോലി കൊടുക്കണേ അല്ലാ. ജോലിക്ക് പോകാൻ മടിയുള്ള മക്കളുണ്ട്, പഠിക്കാൻ മടിയുള്ള മക്കളുണ്ടെന്ന് പറഞ്ഞ് ജോലിക്ക് പോകാൻ മടിയുള്ള ഭർത്താക്കന്മാര്, അവരുടെ മടിയങ്ങ് മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. നല്ല മനസ്സ് കൊടുക്കണേ അല്ല, പഠിക്കാനുള്ള മനസ്സ് കൊടുക്കല്ല, ജോലിക്ക് പോകാനുള്ള മനസ്സ് കൊടുക്കണേ അല്ല. അതിന് ഈ മജ്ലിസ് കാരണമാക്കണേ അല്ല. എല്ലാവരുടെ ടെൻഷനുകളും അകറ്റി കൊടുക്കണേ അല്ല. എല്ലാവരുടെ ദുഃഖങ്ങളും അകറ്റി കൊടുക്കണേ അല്ല. എല്ലാവർക്കും റാഹത്ത് നൽകണേ അല്ല. എല്ലാവർക്കും സന്തോഷം നൽകണേ അല്ല. എല്ലാവരുടെ പ്രയാസങ്ങളും അകറ്റണേ അല്ല. എല്ലാവരെയും മുസീബത്തിൽ നിന്ന് കാക്കണേ റഹ്മാനെ. ഈ മജ്ലിസിനെ സ്നേഹിക്കുന്ന
സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ല. ഹബീബായ തങ്ങളെ പൊരുത്തം നൽകണേ അല്ല. ഞങ്ങളെ ചൊല്ലിയ സ്വലാത്തുകളുടെ മഹത്വവും ബറക്കത്തും നൽകണേ റബ്ബേ. പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഫാത്തിഹ സൂറത്ത് നമ്മൾ തുടക്കത്തിൽ ഓതിയിട്ടുണ്ട്. ഈ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനും ഓതി നമ്മൾക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസികിൻ ഇദാ വഖബ ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفينا محمد. أرحم الراحمين ആയ പരമദയാലുവായ കരുണക്കടലായ രാജാതിരാജനായ അല്ലാഹ്, ഞങ്ങളെ മജ്ലിസ് നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. നീ ഇഷ്ടപ്പെട്ട മജ്ലിസാക്കണേ അല്ലാഹ്. ഞങ്ങളെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ മജ്ലിസ് കാണുന്ന ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ അല്ലാഹ്. മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് എല്ലാ ദുഃഖങ്ങളും നീ അകറ്റിത്തരണേ അല്ലാഹ്. ഒരുപാട് രോഗികളുണ്ട്, സഹിക്കാൻ പറ്റാത്ത വേദനകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, ഹോസ്പിറ്റലുള്ള ആളുകളുണ്ട്, ഓപ്പറേഷൻ പറഞ്ഞ ആളുകളുണ്ട്, ക്യാൻസർ ഉള്ളവരുണ്ട്, ഷുഗർ ഉള്ളവര്, പ്രഷർ ഉള്ളവര്, കാലുവേദന, ഊരവേദന, തലവേദന, കണ്ണുവേദന, പുറം വേദന, വയറുവേദന, ഗർഭാശയത്തിൽ മുഴയുള്ള ആളുകള്, പുറത്ത് പറയാൻ മടിയുള്ള അസുഖമുള്ള ആളുകള്, എന്ത് രോഗമുണ്ടെങ്കിലും ശിഫയാക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന കാലമത്രയും ആരോഗ്യത്തോടുകൂടെ അന്തോഷത്തോടുകൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാഹ്. എല്ലാ വേദനകളും ശിഫയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾക്ക് ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്, ഓപ്പറേഷൻ ഇല്ലാതെ രോഗം ശിഫയാക്കണേ അല്ലാഹ്. ഹോസ്പിറ്റലുള്ളവർക്ക് നല്ല ആരോഗ്യത്തോടുകൂടെ വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീക്ക് നൽകണേ റബ്ബേ. രാജാതിരാജനായ റബ്ബേ, ഒരുപാട് ആളുകൾ ദാരിദ്ര്യം കാരണം പ്രയാസത്തിലാണ്. ദാരിദ്ര്യത്തിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഭക്ഷണത്തിൽ വിശാല നൽകണേ അല്ലാഹ്. ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. ഒരുപാട് ആളുകൾ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. മക്കൾക്ക് ജോലി കൊടുക്കണേ അല്ലാഹ്. ഉപ്പമാർക്ക് ജോലി കൊടുക്കണേ അല്ലാഹ്. ഈ മജ്ലിസ് കാണുന്നവർക്കൊക്കെ അനുയോജ്യമായ ജോലി കൊടുക്കല്ല. മക്കൾക്ക് പഠിച്ച ജോലി നൽകണേ റബ്ബേ. വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി അന്വേഷിച്ചു പോയി ജോലി ശരിയാകാത്ത ആളുകളുണ്ട്, പല പേപ്പറുകളും ശരിയാകാത്തവരുണ്ട്. എല്ലാം ശരിയാക്കി കൊടുക്കണേ അല്ലാഹ്. നല്ല ജോലി കൊടുക്കണേ അല്ലാഹ്. നാട്ടിലുള്ളവർക്ക് നല്ല ജോലി കൊടുക്കണേ റഹ്മാനെ. പഠിച്ചവനെ, കടം കാരണം ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ്. ഈ ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന മുത്തുമുഅ്മിനീങ്ങള് ഇതാ നിന്റെ ദർബാറിലേക്ക് കരങ്ങളെ ഉയർത്തിയിട്ടുണ്ട്. എത്ര കൊടുത്താലും തീരാത്ത ഖജനാവിന്റെ ഉടമയായ നിന്റെ ദർബാറിലേക്കാണ് ഞങ്ങൾ കരങ്ങളെ ഉയർത്തിയിട്ടുള്ളത്. ഞങ്ങളെ കടങ്ങള് വീട്ടാനുള്ള വഴികൾ തുടർന്ന് നൽകണേ അല്ലാഹ്. കടക്കാരായി ജീവിച്ച് കടക്കാരായി മരിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാഹ്. ഈ മജ്ലിസ് കാണുന്നവർക്ക് വരുത്തല്ല റഹ്മാനെ. കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു നൽകണേ അല്ലാഹ്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, അവരുടെ ആ പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ അല്ലാഹ്. പലിശ എന്ന മുസീബത്തിനെ തൊട്ട് കാക്കണേ അല്ലാഹ്.
അത്തരം ഹറാമായ കാര്യങ്ങൾ ചിന്തിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റബ്ബേ. കടങ്ങൾ വീട്ടാനുള്ള വഴി തുറക്കണേ റബ്ബേ. ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് അനുയോജ്യമായ വീട് നൽകല്ല, ഉദ്ദേശിച്ച വീട് നൽകണേ അല്ലാ. ഉള്ള വീട്ടില് ബർക്കത്തും സമാധാനവും നൽകണേ റഹ്മാനെ. ഐക്യം നൽകണേ അല്ലാ. മക്കളുടെ ഇടയിൽ ഐക്യം നൽകണേ അല്ലാ. മരുമക്കളുടെ ഇടയിൽ ഐക്യം നൽകണേ അല്ലാ. അതുപോലെ അമ്മോച്ചൻ അമ്മായിമാരുടെ ഇടയിൽ ഐക്യം നൽകണേ അല്ലാ. ഒരുമയുള്ള കുടുംബ ജീവിതം നൽകണേ അല്ലാ. നല്ല ദാമ്പത്യ ജീവിതം നൽകണേ അല്ലാ. വിവാഹപ്രായമെത്തിയ ഒരുപാട് മക്കളുണ്ട്. വിവാഹം ശരിയാവാതെ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അവർക്കൊക്കെ നല്ല ഇണകളെ നൽകണേ അല്ലാ. വിവാഹം ശരിയാകാത്തവർക്ക് എത്രയും പെട്ടെന്ന് വിവാഹം നീ ശരിപ്പെടുത്തി കൊടുക്കണേ അല്ലാ. അതിനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കല്ല. മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ സ്വാലീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. സന്തോഷിക്കാൻ പറ്റുന്ന മക്കളാക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ റബ്ബേ. സ്നേഹമുള്ള സന്തോഷം നൽകുന്ന മക്കളാക്കണേ റബ്ബേ. അഭിമാനിക്കാൻ പറ്റുന്ന മക്കളാക്കണേ അല്ലാ. ദുസ്വഭാവങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പരീക്ഷ എഴുതിയ മക്കൾക്കൊക്കെ ഉന്നത വിജയം നൽകണേ അല്ലാ. എന്ത് പരീക്ഷയാണെങ്കിലും അവർക്കൊക്കെ നീ ഉന്നത വിജയം നൽകണേ അല്ലാ. നല്ല മാർക്കോടെ ഗ്രേഡോടെ പാസ്സാകാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും അഭിമാനിക്കാൻ പറ്റുന്ന മക്കളാക്കണേ റബ്ബേ. ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാ. ഭർത്താക്കന്മാരെ ദുസ്വഭാവം പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ആ ഭർത്താക്കന്മാർക്ക് നല്ല മനസ്സ് കൊടുക്കല്ല. ഭാര്യമാർക്ക് നല്ല മനസ്സ് കൊടുക്കണേ റഹ്മാനെ. സിഹ്ർ കണ്ണേറുകളെ തൊട്ട് കാക്കണേ റബ്ബേ. ശത്രുക്കളെ കാക്കണേ റഹ്മാനെ. ശത്രുക്കൾക്ക് നല്ല മനസ്സ് കൊടുക്കണേ റബ്ബേ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഹബീബായ തങ്ങളെ റൗളയിൽ പോയി ഒന്ന് സലാം പറയാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. മുത്തുനബിയെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. 5 വക്ത് കൃത്യമായി നിസ്കരിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും മനസ്സ് നൽകല്ല. നിനക്ക് വഴിപ്പെട്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകല്ല. ഇബ്ലീസിന്റെ ശർറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കളെ പൊരുത്തം നൽകണേ അല്ലാ. അവർക്ക് ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ അല്ലാ. അവരെ വിഷമങ്ങളും രോഗങ്ങളും അകറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട ഭാര്യ മക്കള് കുടുംബക്കാര് സ്നേഹിച്ചവര് സഹായിച്ചവരുണ്ട്. അതുപോലെ ഭക്ഷണം തന്ന ആളുകളുണ്ട്. വല്ലുപ്പ വല്ലുമ്മമാര് ഞങ്ങളെ കൂട്ടുകാരുണ്ട് റബ്ബേ. ഞങ്ങളെ ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്നവര് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും ഇസ്സത്തും ഖുവ്വത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകണേ റഹ്മാനെ. റഹ്മത്ത് നൽകണേ അല്ലാ. നിന്റെ കാവല് നൽകണേ അല്ലാ. നിന്റെ സഹായം നൽകണേ അല്ലാ. നിന്റെ സംരക്ഷണം നൽകണേ അല്ലാ. നിന്റെ തിരുനോട്ടം നൽകണേ അല്ലാ. ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ട് കാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഷോക്കേൽക്കുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. വിഷമേൽക്കുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഒരുപാട് കാലം രോഗശയിൽ കടന്ന് മരിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റഹ്മാനെ. വരുത്തല്ല അല്ലാ. എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ റഹ്മാനെ. മരിക്കുമ്പോ ഈമാനോടെ മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. എല്ലാവരുടെ കച്ചവടത്തിലും ബിസിനസ്സിലൊക്കെ വലിയ ബർക്കത്ത് നൽകണേ അല്ലാ. വലിയ ലാഭം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. പലരുടെയും മാതാപിതാക്കൾ കബറിലാണ്. ഉമ്മ ഉപ്പ കബറിലുണ്ട്. വല്ലുപ്പ വല്ലുമ്മമാര് സ്നേഹിച്ചവര് ഭർത്താക്കന്മാര് മക്കള് കബറിലുണ്ട്. അവരെ ഖബർ വിശാലമാക്കണേ അല്ലാ. അവരെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. അവരെ ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാ. നിന്റെ ലിഖാഅ് കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അർശിന്റെ തണൽ നൽകണേ അല്ലാ. ശഫാഅത്ത് നൽകണേ അല്ലാ. മുത്തുനബിയുടെ ഹൗദുൽ കൗസർ അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും നാളെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. എല്ലാവരുടെ മുറാദുകളും ഹസിലാക്കണേ അല്ലാ. എല്ലാവരുടെ ഹാജത്തുകളും നിറവേറ്റണേ അല്ലാ. എല്ലാവരുടെ കാര്യങ്ങളും എളുപ്പമാക്കണേ അല്ലാ. ഈ മജ്ലിസിൽ പല ആളുകളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ച് കരഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ച സഹോദരീ സഹോദരന്മാരുണ്ട്. അവരെ ഉദ്ദേശങ്ങളൊക്കെ നിനക്കറിയാം. എല്ലാം പൂർത്തീകരിച്ചു കൊടുക്കും
കൊടുക്കണേ അല്ലാ, എല്ലാ വിഷമങ്ങളും അകറ്റി കൊടുക്കണേ അല്ലാ, എല്ലാ ബുദ്ധിമുട്ടുകളും അകറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് ഖബൂൽ ചെയ്യണേ അല്ലാ, സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന പാവപ്പെട്ടവരുണ്ട്, അവർക്ക് നീ പ്രത്യേക പരിഗണനയും ബറക്കത്തും നൽകണേ അല്ലാ. എന്നും കാണുന്ന ഈ മജ്ലിസ് കാണുന്ന മുത്തുമുഅ്മിനീങ്ങളെ നീ സ്നേഹിക്കണേ അല്ലാ, നിന്റെ മഹബ്ബത്ത് നൽകണേ അല്ലാ, നിന്റെ റിളാ നൽകണേ റഹ്മാനെ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്, എല്ലാം നിനക്കറിയാം, എല്ലാം നിനക്കറിയാം. എല്ലാ കാര്യങ്ങളും നിറവേറ്റി നൽകണേ അല്ലാ. ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. സ്ഥലം വിറ്റുപോകാൻ, വീട് വിറ്റുപോകാൻ ഒക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. കിട്ടാനുള്ള ക്യാഷ് കിട്ടാൻ വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാ മുറാദുകളും ഹസിലാക്കി കൊടുക്കണേ റഹ്മാനെ. ഉദ്ദേശിച്ച ജോലിക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാ ജോലിയും നൽകണേ റബ്ബേ. മുഅ്മിനീകളെ ഇസ്സത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. ആരീ മജ്ലിസ് കാണുന്നുണ്ട്, അതൊന്നും നീ വെറുതെയാക്കല്ല റബ്ബേ. اللهم عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل ونعم المولى ونعم النصير ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله وبركاته.